മരണത്തിനപ്പുറവും ഒരു മനുഷ്യന്റെ അവയവങ്ങൾ മറ്റനവധി മനുഷ്യർക്ക് ജീവനും ജീവിതവുമേകുക. ഇതിലും മനോഹരമായി ഒരാൾക്ക് എങ്ങനെയാണ് മരണത്തിനു ശേഷവും തൻ്റെ ജീവിതം മഹത്തരമാക്കാൻ കഴിയുക? പറഞ്ഞു വരുന്നത് വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിനെ പറ്റിയാണ്. അങ്കമാലി സ്വദേശിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഐസക്കിന്റെ ഹൃദയം ആ ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങി. ശസ്ത്രക്രിയ വിജയമെന്ന് ഡോക്ടർമാരുടെ സംഘവും സാക്ഷ്യപ്പെടുത്തി. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28-കാരനാണ് ഐസക്കിന്റെ ഹൃദയം പുതുജീവനേകിയത്. കൊല്ലം കൊട്ടാരക്കര ബദേൽ ചരിവിള വടവോട് സ്വദേശി 33-കാരൻ ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക്, 2 നേത്രപടലങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലേക്ക്, മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് നൽകിയത്. തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ഐസക്കിന്റെ ബന്ധുക്കൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചത് ഹൃദയപൂർവ്വം തന്നെയാണ്. മണ്ണോട് ചേരുന്ന ശരീരത്തിൽ നിന്ന് മറ്റൊരാൾക്ക് ജീവനേകാനുള്ള ഐസക്കിന്റെ ഭാര്യ നാൻസിയുടെ തീരുമാനം ഐസക്കിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൂടിയായി മാറി. മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ അവയവദാനത്തിന് സമ്മതം നൽകിയ ഭാര്യ നാൻസിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. എല്ലാവരെയും സഹായിക്കുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു ഐസക്. 6 കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു കാര്യത്തിന് കാരണമായെന്നതിൽ സന്തോഷമുണ്ടായിരുന്നുവെന്നാണ് നാൻസിയുടെ വാക്കുകൾ. കൊച്ചിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ വ്യാഴാഴ്ച 1:28 എയർ ആംബുലൻസ് എത്തിയത്. 1:33 ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെ 29ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണിത്. ആംബുലൻസ് ഡ്രൈവർ റോബിൻ 4 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഹയാത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഹൃദയം സ്വീകരിക്കുന്ന അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസ് 5 വർഷമായി ചികിത്സ തേടുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം അവയവങ്ങൾ എത്രയും പെട്ടെന്ന് അതാത് ആശുപത്രികളിൽ എത്തിക്കാൻ കേസ് ഓട്ടോ നടപടികൾ സ്വീകരിച്ചതാണ്. എറണാകുളത്ത് എത്രയും പെട്ടെന്ന് ഹൃദയം എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്റർ ആണ് ഉപയോഗിച്ചതും. റോഡ് മാർഗമുള്ള ഗതാഗതവും പോലീസ് ക്രമീകരിച്ചിരുന്നു. കേസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും നടന്നതും. ഐസക്കിനെ പോലെ കുറച്ചുപേരെങ്കിലും ഇതിനു മുൻപും ഹൃദയമാറ്റ ശസ്ത്രക്രിയകളുടെ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ്റെയൊക്കെ മഹത്തായ മാതൃകകൾ കാട്ടിത്തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും മതപരമായ പല വിശ്വാസങ്ങൾ കൊണ്ടും അല്ലാതെയുമൊക്കെ പലപ്പോഴും അവയവദാനത്തിന് കേരളത്തിൽ പലരും സന്നദ്ധരാകാറില്ല. തങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട മകനോ മകളോ അമ്മയോ അച്ഛനോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ശരീരം വീണ്ടും കീറി മുറിക്കേണ്ട എന്നൊക്കെയുള്ള വൈകാരികമായ ചിന്തയൊക്കെ ആകാം അത്തരം തീരുമാനങ്ങൾക്ക് തടയിടുന്നത്. പക്ഷേ എത്രയൊക്കെ തീരാ ദുഃഖമുണ്ടെങ്കിലും അതിനെയെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ ശരീരം മണ്ണോട് മണ്ണ് ചേരുക തന്നെ ചെയ്യും. അതിനിടയിൽ പ്രിയപ്പെട്ടവരുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ജീവനേകാൻ സഹായകരമാകുന്നുണ്ടെങ്കിൽ അതിലും വലിയ എന്ത് പുണ്യമാണ് മരണാനന്തരം ആ വ്യക്തിക്ക് ലഭിക്കാനുള്ളത്. ഈ മാസം 6 കൊട്ടാരക്കര കിഴക്കേ തെരുവ് പള്ളിമുക്കിൽ വെച്ചാണ് അതിവേഗത്തിലെത്തിയ ബൈക്ക് കൊട്ടാരക്കര വടവോട് ചരിവുള്ള ബദേലിൽ ഐസക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഉടൻ കൊട്ടാരക്കരയിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. തലച്ചോറിലെ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ചയോടെയായിരുന്നു മരണം. 12:30 ഹൃദയവുമായി ഡോക്ടർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് പറന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്ററിലായിരുന്നു ഹൃദയം കൊണ്ടുപോയത്. കൊട്ടാരക്കര കിഴക്കേ തെരുവ് ബ്ലൂം റെസ്റ്റോറന്റ് ഉടമയായ ഐസക് റെസ്റ്റോറന്റിന് മുന്നിൽ നിന്ന് റോഡിന് കുറുകെ കടക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഐസക്കിന്റെ അവയവദാനത്തിൽ ഹൃദയഹാരിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കൊച്ചി ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റും ഹൃദയം മാറ്റിവെച്ച മെഡിക്കൽ സംഘത്തിലെ അംഗവുമായ ഡോക്ടർ ജോ ജോസഫ്. ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും അവയവങ്ങൾ ദാനം ചെയ്യാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ലെന്നാണ് ജോ ജോസഫ് കുറിച്ചത്. സർക്കാരിൽ തനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയാണ് കഴിഞ്ഞുപോയതെന്നും ജോ ജോസഫ് അഭിപ്രായപ്പെട്ടു.
ഐസക് മരിക്കുന്നില്ലെന്നും അനേകരിലൂടെ ജീവിക്കുമെന്നും ജോ ജോസഫ് കൂട്ടിച്ചേർത്തു. കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു. പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന്. എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിൻ്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല. മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ? ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ? ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഇനി എങ്ങനെയാണ് അവയവദാനം ഒരാൾക്ക് സാധ്യമാകുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും നമുക്ക് അവയവദാനത്തിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ അവയവദാനം ചെയ്യാം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അവയവദാനം ചെയ്യാം. ഇതിൽ ആദ്യത്തെ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ജീവനുള്ള ദാതാക്കൾക്ക് അവരുടെ കരളിൻ്റെ ഒരു ഭാഗം, വൃക്ക തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കും. ഇതിനായി ഒരു വ്യക്തിക്ക് 18 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരിക്കണം. കൂടാതെ ഈ വ്യക്തി ആരോഗ്യവാനായിരിക്കണം. ചില പ്രധാന ടെസ്റ്റുകൾ നടത്തി ആരോഗ്യസ്ഥിതിയും അവയവത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷമാകും ഈ പ്രോസസ്സ് തുടങ്ങുക. പക്ഷേ ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്ന വ്യക്തിക്ക് ദീർഘകാലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം അവയവങ്ങൾക്ക് സ്വയം വളരാനുള്ള കഴിവുണ്ട്. അടുത്തത് മരണാനന്തര അവയവദാനം അല്ലെങ്കിൽ കഡാവർ ട്രാൻസ്പ്ലാന്റ് ആണ്. ഐസക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവയവദാന സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിനായി കേനോസ് അഥവാ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ www.kenos.org.in പോലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ പേര് രേഖപ്പെടുത്താം. എന്നാൽ മരണാനന്തരം ഈ അവയവങ്ങൾ സ്വീകരിക്കണമെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ സമ്മതം കൂടി ആവശ്യമാണ്. മാത്രമല്ല അവയവദാതാവാകാൻ മറ്റ് പണച്ചെലവുകളൊന്നും വരികയുമില്ല. എന്തായാലും തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിയ ഐസക്കിൻ്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിൻ്റെ ശരീരത്തിൽ മിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള 48 മണിക്കൂറുകൾ അജിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഐസക്കിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയ കരൾ, വൃക്കകൾ, കണ്ണിൻ്റെ കോർണിയ എന്നിവയും വരും ദിവസങ്ങളിൽ മറ്റ് ജീവനുകളുമായി ചേരും. ഐസക് പകർന്ന ഈ സ്നേഹത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവയവദാനത്തിനുള്ള സമ്മതം സർക്കാരിൻ്റെ മൃതസഞ്ജീവിനി സൈറ്റിലൂടെ അറിയിക്കാൻ തീരുമാനിച്ചു. എത്രയും വേഗം അതിനുള്ള നടപടികളും പൂർത്തിയാക്കും. എന്തായാലും ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ജീവിച്ചിരിക്കുമ്പോഴോ മരണത്തിന് ശേഷമോ തങ്ങളുടെ അവയവങ്ങളുടെ ഭാഗമോ അവയവങ്ങളോ ദാനം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയും അതുതന്നെയാകും.